തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില വോട്ടർമാരുടെ കണക്കുകളൊക്കെ പുറത്തുവിട്ടിരുന്നുണ്ട്. അപ്പോൾ വനിതാ വോട്ടർമാരുടെ എണ്ണം ഇത്തവണയും കൂടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വനിതാ വോട്ടർമാർ കേരളത്തിലാണുള്ളത്. പക്ഷേ ഒരു വിഷമിപ്പിക്കുന്ന കാര്യം, 75 വർഷം കൊണ്ട് 9 സ്ത്രീകളെ മാത്രമാണ് പാർലമെന്റിൽ ഇതുവരെ എത്തിക്കാനായിട്ടുള്ളത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണത്തിൽ സ്ത്രീകൾ മത്സരിക്കുന്നത് ഒഴിച്ചാൽ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ സ്ത്രീ പങ്കാളിത്തം കുറവാണ് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വനിതാ സംവരണ ബിൽ പാർലമെന്റ് കടന്ന് മുന്നോട്ട് പോയ കാലമാണിത്. അതായത് വനിതാ സംവരണ ബിൽ പാസാക്കിയ ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ എത്ര വനിതകൾ ലോക്സഭയിൽ എത്തി എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ അത് വെറും 9 പേരാണെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇത്തവണ കെ ശൈലജ ഉൾപ്പെടെ പല പ്രമുഖരും മത്സരരംഗത്തുണ്ട്. ആ പഴയ കണക്കുകളിലേക്ക്, പഴയ ചരിത്രത്തിലേക്ക് ഒന്ന് പോയാൽ ആനി മസ്ക്രീനാണ് 1951 ലോക്സഭയിലെത്തിയ ആനി മസ്ക്രീനാണ് നമ്മുടെ ആദ്യത്തെ വനിതാ പാർലമെന്റേറിയൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായികയും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിലും ഒരാളുമായിരുന്നു ആനി മസ്ക്രീൻ. തിരുവനന്തപുരത്ത് നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് ആനി മസ്ക്രീൻ മത്സരിച്ചത്. സോഷ്യലിസ്റ്റ് പാർട്ടി ടി.കെ. നാരായണപിള്ളയെ 68,117 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് ആനി മസ്ക്രീൻ ലോക്സഭയിൽ പാർലമെന്റിൽ എത്തുന്നത്. അടുത്തതായി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സുശീല ഗോപാലിനെ കാണാൻ സാധിക്കും. 10 വർഷത്തിന് ശേഷം, അതായത് ആനി മസ്ക്രീൻ തെരഞ്ഞെടുക്കപ്പെട്ട് 10 വർഷത്തിന് ശേഷം 1967 അമ്പലപ്പുഴയിൽ നിന്നാണ് സുശീല ഗോപാലൻ ലോക്സഭയിൽ എത്തുന്നത്. അങ്ങനെ ലോക്സഭയിലെത്തുന്ന രണ്ടാമത്തെ വനിതാ അംഗമായി മാറി സുശീല ഗോപാലൻ. CPM-ന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ കൂടിയാണ് സുശീല ഗോപാലൻ എന്നതാണ് ശ്രദ്ധേയം. CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുശീല ഗോപാലൻ 50,277 വോട്ടുകൾക്ക് PS കാർത്തികേയനെയാണ് അന്ന് പരാജയപ്പെടുത്തിയത്. പിന്നീട് 1980 ആലപ്പുഴയിൽ നിന്നും 1991 ചിറയൻകീഴിൽ നിന്നും 2 തവണ ലോക്സഭാംഗമായി. അങ്ങനെ അതാണ് സുശീല ഗോപാലിന്റെ ചരിത്രം. അടുത്തത് ഭാർഗവി തങ്കപ്പനാണ്. 1971 ലോക്സഭയിലെത്തുന്ന ആദ്യത്തെ ദളിത് വനിതയാണ് ഭാർഗവി തങ്കപ്പൻ. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ്. ആദ്യത്തെ ദളിത് വനിതയെ ലോക്സഭയിലേക്ക് നമ്മൾ എത്തിച്ചത്, പാർലമെന്റിലേക്ക് എത്തിച്ചത് കേരളത്തിൽ നിന്നാണ് ഭാർഗവി തങ്കപ്പൻ. ദീർഘകാലം കേരളത്തിലെ നിയമസഭാംഗവും 8ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്നു ഭാർഗവി തങ്കപ്പൻ. 1971-77 കാലഘട്ടത്തിൽ 5ാം ലോക്സഭയിൽ അടൂരിൽ നിന്നുള്ള അംഗമായാണ് എത്തിയത്. സർക്കാർ സർവീസിൽ നിന്നാണ് ഭാർഗവി തങ്കപ്പൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചേരുന്നത്. ആദ്യ അംഗത്തിൽ തന്നെ 1.5 ലക്ഷം വോട്ടുകളാണ് ഭാർഗവി തങ്കപ്പൻ നേടിയത്. സംവരണ മണ്ഡലമായ അടൂരിൽ നിന്നാണ് പിന്നീട് മത്സരിച്ചത്. PK കുഞ്ഞപ്പനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. അടുത്തത് നമ്മൾ നോക്കുന്നത് സാവിത്രി ലക്ഷ്മണയാണ്. 1991-ലും 1989-ലും മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് സാവിത്രി ലക്ഷ്മൺ ലോക്സഭയിലെത്തിയത്. 1989-ൽ CPM-ലെ തന്നെ CO പൗലോസിനെ 18,754 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. 1991-ൽ AP കുര്യനെ 12,361 വോട്ടുകൾക്കും പരാജയപ്പെടുത്തി 2ാം തവണയും വിജയിക്കുകയായിരുന്നു. AK പ്രേമജം 1998-ൽ വടകരയിൽ നിന്നാണ് CPM-ലെ AK പ്രേമജം വിജയിച്ചത്. കോൺഗ്രസിലെ PM സുരേഷ് ബാബുവിനെ 59,161 വോട്ടുകൾക്കാണ് പ്രേമജം തോൽപ്പിച്ചത്. ഭൂരിപക്ഷം 25,844 കുറഞ്ഞെങ്കിലും 1991-ൽ വീണ്ടും അതേ എതിരാളിയെ പരാജയപ്പെടുത്തി പ്രേമജം വീണ്ടും പാർലമെന്റിൽ എത്തുന്നതാണ് നമ്മൾ കണ്ടത്. മേയർ പദവിയിൽ നിന്നാണ് പ്രേമജം ലോക്സഭാംഗമായി മാറുന്നതും. പിന്നെ CS സുജാത, CPM-ന്റെ തീപ്പൊരി പോരാളിയായ CS സുജാതയാണ് മറ്റൊരാൾ പാർലമെന്റിലെത്തിയത്. 2004-ൽ മാവേലിക്കരയിൽ നിന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. സിറ്റിംഗ് MP രമേശ് ചെന്നിത്തലയെ, മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയെ അട്ടിമറിച്ചാണ് അന്ന് CS സുജാത ചരിത്രം മാറ്റിയെഴുതിയത്. മാവേലിക്കര മണ്ഡലത്തിൽ നിന്നും മറ്റൊരു വനിത ലോക്സഭയിലേക്ക് എത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. 7,414 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് സുജാത ജയിച്ചത്. മറ്റൊരാൾ P സതീദേവിയാണ്. 14ാം ലോക്സഭാംഗമായിരുന്നു P സതീദേവി. വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുമാണ് ഇവർ വിജയിച്ചത്. 2004-ൽ CPM-ന്റെ സീറ്റിൽ മത്സരിച്ച സതീദേവി കോൺഗ്രസിന്റെ MT പത്മയെ 1,30,000-ലധികം വോട്ടിനാണ് തോൽപ്പിച്ചത്. 15ാം ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും പിന്നീട് മുല്ലപ്പള്ളി രാമചന്ദ്രനോട് തോൽവി ഏറ്റുവാങ്ങേണ്ടിയും വന്നു. മറ്റൊരാൾ PK ശ്രീമതിയാണ്. കേരളത്തിൽ നിന്ന് ലോക്സഭയിലെത്തിയ വനിതകളിൽ 8ാം സ്ഥാനമാണ് ശ്രീമതി ടീച്ചർക്കുള്ളത്. 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്നാണ് ശ്രീമതി ടീച്ചർ മത്സരിച്ചത്. K സുധാകരനെ 6,566 വോട്ടുകൾക്ക് തറപറ്റിച്ചാണ് ശ്രീമതി ടീച്ചർ ലോക്സഭാംഗമായതും. ഏറ്റവും ഒടുവിൽ രമ്യ ഹരിദാസ് 17ാം ലോക്സഭയിൽ 14%
ഉണ്ടായിരുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെത്തിയ വനിതകളുടെ എണ്ണം 78ആയിരുന്നു. LDFന്റെ കുത്തക മണ്ഡലമായ ആലത്തൂരിൽ അട്ടിമറി വിജയം നേടിയ സ്ഥാനാർത്ഥിയായിരുന്നു രമ്യ ഹരിദാസ്. കേരളത്തിൽ നിന്നുള്ള ഇപ്പോഴത്തെ ഏക വനിതാ MP-യുമാണ്. PK ബിജുവിനെ 1,58,968 വലിയ ഭൂരിപക്ഷം നേടിക്കൊണ്ടായിരുന്നു രമ്യ ഹരിദാസ് എന്ന ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും ജയിച്ച് ഏക വനിതാ MP-യായി കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്കുള്ള ടിക്കറ്റ് എടുത്തത്. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രമ്യ ഹരിദാസ് ആണ് ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതും. ഇത്തവണയും ആലത്തൂരിലെ സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ്. ഒപ്പം വടകരയിൽ ചരിത്രം ആവർത്തിക്കാൻ KK ശൈലജയ്ക്ക് കഴിയുമോ? ML അശ്വിനിയുണ്ട് കാസർഗോഡ്, ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലുണ്ട്. അങ്ങനെ വനിതാ സ്ഥാനാർത്ഥികൾ നിരവധി പേരുണ്ട്. ഇതിൽ ആരൊക്കെയായിരിക്കും വിജയിക്കുക എന്നതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഇതുവരെ 9 പേരാണ് ലോക്സഭയിൽ വനിതകളായി എത്തിയത്. കേരളത്തിൽ നിന്നും 10ാമതായി ആരെത്തും എന്നതാണ്. രമ്യ ഹരിദാസ് ചരിത്രം ആവർത്തിക്കുമോ എന്നുകൂടിയാണ് നമുക്ക് അറിയേണ്ടത്.